ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ പ്രേംചന്ദ് ജിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ അത് ഷോർട്ട് സ്റ്റോറിയുടെ രൂപത്തിലല്ല നമ്മൾ പഠിക്കുന്നത്. ജുലൂസ് എന്ന സ്റ്റോറിക്ക് നാടകാവിഷ്കാരം നൽകിയിരിക്കുകയാണ് ചിത്ര മുദ്ഗൾ. ചിത്ര മുദ്ഗൾ ജിയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ജന്മ 10 ഡിസംബർ 1944, ചെന്നൈ, തമിഴ്നാട്. ചിത്ര മുദ്ഗൾ ജി ജനിച്ചത് ഡിസംബർ 10, 1944. എവിടെയാണ്? ചെന്നൈ. प्रमुख रचनाएं उपन्यास गिली गढ़ो, आवाम, एक ज़मीन अपनी, कहानी संग्रह भूख, लपटे, मामला आगे बढ़ेगा और पेंटिंग अकेली है. नाट्य रूपांतर पंचपरमेश्वर, बूढ़ी काकी, सदगति, जुलूस. पुरस्कार इंदु शर्मा कथा सम्मान, उत्तर प्रदेश साहित्य भूषण, के बिड़ला फाउंडेशन का व्यास सम्मान. ഇതൊക്കെയാണ് ചിത്ര മുദ്ഗൾ ജിക്ക് ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ. ഇനി അവരുടെ രചനകൾക്കുള്ള വിശേഷതകൾ എന്തൊക്കെയാണ്? വിശേഷതായേ ബഹുമുഖി സാഹിത്യക പ്രതിഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? എല്ലാ മേഖലയിലേക്കും, സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലയിലും തൻ്റെ പേന ചലിപ്പിച്ചിട്ടുള്ള ആളാണ്. സ്ത്രീ പുരുഷ സമഭാവന പർ ബൽ, നാരി ഉത്പീഡൻ കെ പ്രതി വിരോധ്. സ്ത്രീ പുരുഷ സമഭാവന പർ ബൽ മീൻസ് എന്താണ്? ജെൻഡർ ഇക്വാലിറ്റിക്ക് തൻ്റെ രചനകളിലൂടെ പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ തന്നെ നാരി ഉത്പീഡൻ കെ പ്രതി വിരോധ്. നാരി ഉത്പീഡൻ മീൻസ് എന്താണ്? സ്ത്രീകളെ ഹറാസ് ചെയ്യുന്ന പ്രവൃത്തി, അതിനെയും അവർ എതിർത്തിരുന്നു. ദേൻ എന്താണ്? ദേൻ മീൻസ് കോൺട്രിബ്യൂഷൻ. അവരുടെ കോൺട്രിബ്യൂഷൻ, സാഹിത്യത്തിന് വേണ്ടി അവരുടെ സംഭാവന എന്തായിരുന്നു? ഉപേക്ഷിതവം ഉത്പീഡിത ഭാരതീയ നാരിക്കലിയെ സമർപ്പിത സാഹിത്യ. അതായത് ഉപേക്ഷിക്കപ്പെട്ടതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഉത്പീഡിത ഭാരതീയ നാരി മീൻസ് പീഡിപ്പിക്കപ്പെട്ട ഭാരതീയ സ്ത്രീകൾ, അവർക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു അവരുടെ സാഹിത്യ സേവനം. സംപ്രതി മീൻസ് ഇപ്പോൾ. സംപ്രതി വിഭിന്ന നാരി സംഘം കി സഞ്ചാലിക. ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നാരി സംഘടനകളുടെ, വനിതാ സംഘടനകളുടെ സഞ്ചാലിക കൂടിയാണ്. സഞ്ചാലിക മീൻസ് അത് മാനേജ് ചെയ്യുന്ന ആൾ. അപ്പോൾ ചിത്ര മുദ്ഗൾ ജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യങ്ങൾ ശരിക്കൊന്ന് വായിക്കുമ്പോൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ താഴെയായി കൊടുത്തിരിക്കുന്ന, ഒരു ബോക്സിലായി കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. കഹാനി സമ്രാട്ട് പ്രേംചന്ദ് കി കഹാനി കാ ചിത്ര മുദ്ഗൾ കാ നാട്യ രൂപാന്തർ ഹേ ജുലൂസ്. കഹാനി സമ്രാട്ടായ പ്രേംചന്ദിൻ്റെ കഹാനിയാണ് ജുലൂസ്. ആ കഹാനിക്ക് ഒരു നാടക രൂപം നൽകിയിരിക്കുകയാണ് ചിത്ര മുദ്ഗൾ ജി. ഹിന്ദി കഥാസാഹിത്യക്ക് സർവശ്രേഷ്ഠ കഥാകാർ ഹി പ്രേംചന്ദ്. ഹിന്ദി കഥാസാഹിത്യത്തിലെ ഒരു ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കഥാകാരനാണ് പ്രേംചന്ദ്. കൽപ്പനാക്കി ഉഡാൻ ഭർത്തി കഹാനിക്കോ. കൽപ്പനാക്കി ഉഡാൻ ഭർത്തി മീൻസ് കാൽപ്പനിക കഥകൾ. കാൽപ്പനിക കഥകൾക്ക് സച്ചായിക്ക് ധരാതൽപ, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തലം നൽകിക്കൊണ്ട്, സർഫേസ് നൽകിക്കൊണ്ട് പ്രേംചന്ദിനെ സാധാരണ ജനതാക്കി പീഡാക്കോ വാണീതി. പ്രേംചന്ദ് എന്തു ചെയ്തു? സാധാരണ ജനങ്ങളുടെ വേദനകൾക്ക് വാക്കുകൾ നൽകി. ജുലൂസ് കഹാനി ദേശപ്രേമക്കോ മുഖരിത് കർത്തി ഹേ. ഈ ജുലൂസ് എന്ന് പറയുന്ന ഈ കഥയിൽ എന്താണ്? ദേശസ്നേഹമാണ് നമുക്ക് കാണാനാകുന്നത്. ചിത്ര മുദ്ഗളിനെ പ്രസ്തുത് കഹാനി കാ നാട്യ രൂപാന്തർ കിയാ ഹേ. ചിത്ര മുദ്ഗൾ ആ കഥയ്ക്ക്, ജുലൂസ് എന്നുള്ള ആ കഥയ്ക്ക് നാടകാവിഷ്കാരം നൽകിയിരിക്കുകയാണ്. ലേഖികാനെ കഹാനി കോ ദൃശ്യോമേ ബാണ്ടാ ഹേ. ലേഖിക
ആ കഥയെ, ജുലൂസ് എന്നുള്ള ആ കഥയെ പല ദൃശ്യങ്ങളിലായി വർഗീകരിച്ചിരിക്കുകയാണ്. और उन्होंने संवाद के द्वारा, संवाद मीन्स चर्चा, चर्चा के द्वारा कहानी के साथ न्याय किया है. അതായത് പല ചർച്ചകളിലൂടെയും കഥയോടൊപ്പം ന്യായം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. इस कहानी के നാട്യ രൂപാന്തർ കെ പീച്ചെ ഏക് ആകസ്മിക് ഘടന ഹെ. ഈ കഥയുടെ നാട്യരൂപാന്തറിൻ്റെ പിന്നിൽ, നാടകാവിഷ്കാരത്തിൻ്റെ പിന്നിൽ ഒരു ആകസ്മിക ഘടന കൂടിയുണ്ട്. ആ ഘടന എന്താണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ പേജ് നമ്പർ 105 മുതൽ 107 വരെയുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അതുകൂടെ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ പാഠം ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് അതൊന്ന് വായിച്ചു നോക്കാനായിട്ട് പറയുന്നത്. ഇനി ആ പേജിലെ അവസാന സെൻറ്റൻസ് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. हिंदी के कालजयी कहानीकार प्रेमचंद के प्रति नई पीढ़ी की सशक्त लेखिका चित्रा मुद्गल की श्रद्धांजलि. ഹിന്ദിയിലെ കാലജയി കഹാനികാർ മീൻസ് ട്രാൻസെൻഡിങ് ടൈം, കാലജയി മീൻസ് ട്രാൻസെൻഡിങ് ടൈം, അതായത് കാലത്തെ അതിജീവിക്കുന്ന കഹാനികാരാണ് പ്രേംചന്ദ്. അങ്ങനെയുള്ള പ്രേംചന്ദിനോട് എന്താണ്, നയി പീഡിക്ക് സശക്ത് ലേഖിക, ന്യൂ ജനറേഷനിലെ സശക്ത് ലേഖികയായിട്ടുള്ള, ഏറ്റവും കഴിവുറ്റ ഒരു ലേഖികയായിട്ടുള്ള ചിത്ര മുദ്ഗൾജിയുടെ ആദരാഞ്ജലി. ഇനി നമുക്ക് ജുലൂസ് എന്ന നാടകത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക, ജുലൂസ്, ജുലൂസ് എന്നാൽ എന്താണ്? ജാഥ. പഴയ കാലത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ജാഥയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ? ദേശഭക്തരായിട്ടുള്ള ഭാരതീയർ ജാതിമത ഭേദമന്യേ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുക. നേപഥ്യമേ സ്വരാജ്യോं का जुलूस आ रहा है, लोग अंग्रेजों के खिलाफ नारे लगा रहे हैं और भारत माता की जय जयकार कर रहे हैं. നേപഥ്യമേ സ്വരാജ്യോं का जुलूस आ रहा है. നേപഥ്യം മീൻസ് അണിയറ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത്? സ്വരാജ്യോं का जुलूस आ रहा है, ഭാരതീയരുടെ ജാഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക അംഗ്രേസോं के खिलाफ नारे लगा रहे हैं. ആളുകൾ എന്താ ചെയ്യുന്നത്? ഇംഗ്ലീഷുകാർക്കെതിരായിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, ഖിലാഫ് മീൻസ് എതിരായിട്ട്, നാരേ ലഗാ രഹേ ഹേ, മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. और ഭാരത് മാതാ കി ജയ് ജയാകാർ കർ രഹേ ഹേ, അതോടൊപ്പം ഭാരത് മാതാവിന് ജയ് വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെന്താണ് മുദ്രാവാക്യത്തിലൂടെ പറയുന്നത്? അംഗ്രേസോം ഭാരത് ചോഡോ, അംഗ്രേസോം ഭാരത് ചോഡോ, ജയ് ഭാരത് മാതാ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടൂ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടൂ. അതായത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ, ജയ് ഭാരത് മാതാ, ഭാരത് മാതാവ് ജയിക്കട്ടെ. സഡക് സേ ലഗെ ബാസാർ മേ ദുക്കാൻദാർ ബഹസ് കർ രഹേ ഹേ. റോഡരികിലുള്ള കച്ചവടക്കാർ അപ്പോഴെന്താ ചെയ്യുന്നത്? ആ ജാഥ വരുന്ന സമയത്ത് തർക്കത്തിലേർപ്പെടുകയാണ്. ഒരു ജാഥയൊക്കെ നടക്കുമ്പോൾ റോഡരികിൽ നിന്ന് ആളുകൾ പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുമല്ലോ, അതുപോലെ ഒരു തർക്കം അവിടെ നടക്കുകയാണ്. എന്താണ്? അതിലൊരാളാണ് ശംഭുനാഥ്. ശംഭുനാഥ് പറയുകയാണ്, ശംഭുനാഥ് നാരോം കോ സുൻകർ വേങ്ക്യസേ, ആ മുദ്രാവാക്യം കേട്ടിട്ട് പരിഹാസ സ്വർമേ ദേഖ് രഹേ ഹേ നാ ദീനദയാൽജി, നിങ്ങൾ കാണുന്നില്ലേ ദീനദയാൽജി, നിങ്ങൾ കാണുന്നില്ലേ? സബ്കെ സബ് കാൽ കെ മുഹമ്മേ ജാ രഹേ ഹേ, എല്ലാവരും കാലൻ്റെ വായിൽ അകപ്പെടാൻ പോവുകയാണ്. സ്വരാജ് ലാനേ ചലേ ഹേ, സ്വരാജ്യം കൊണ്ടുവരാൻ പോവുകയാണ്. ആകെ പോലീസ് സവാറോം കാ ദൽ ഖടാ ഹുവാ ഹേ, മുന്നിലാണെങ്കിൽ എന്താണ് കാണുന്നത്? പോലീസ് സേനകളുടെ കൂട്ടം തന്നെയുണ്ട്. മാർക്കർ ബഗാദേക, എല്ലാവരെയും ഇപ്പോൾ അടിച്ചോടിക്കും. അത് കേട്ട് ദീനദയാൽ പറയാണ്, മഹാത്മജി ബി സടിയാ ഗയേ ഹേ ശംഭുനാഥ് ഭയ്യ, നമ്മുടെ മഹാത്മജി പോലും പ്രായമായിരിക്കുന്നു ശംഭുനാഥ് ഭയ്യ. ജുലൂസ് നിക്കാൽനെ സേ സ്വരാജ് മിൽ ജാത്താ തോ കബ് കാ മിൽ ഗയാ ഹോത്താ. ഇങ്ങനെ ജാഥ നടത്തിയിട്ട് നമുക്ക് സ്വരാജ്യം കിട്ടുകയാണെങ്കിൽ അതെപ്പോഴേ കിട്ടണം. തനിക് ദേഖോ തോ ജുലൂസ് മേ ഹേ കോൻ, ശരിക്കൊന്ന് നോക്കുകയാണെങ്കിൽ ആ ജുലൂസിൽ ആരാണുള്ളത്? ലൗണ്ടേ ലഫങ്കെ സിർഫിരെ മീൻസ് പോക്കിരി പിള്ളേർ, തലതിരിഞ്ഞ പിള്ളേർ എന്നൊക്കെ പറയില്ലേ, അതാണ്. ഷഹർ കാ കോയി ബഡാ ആത്മീ ദിക് രഹാ, പട്ടണത്തിൽ ഏതെങ്കിലും ഒരു പണക്കാരനായ ആളെ കാണുന്നുണ്ടോ? തോ ഫിർ ഹമേ ക്യാ പടി ഹേ അപ്നി ദുകാൻ ബന്ദ് കർ ജുലൂസ് മേ ആയേ, പിന്നെ നമ്മൾ എന്തിനാണ് ഈ കടയൊക്കെ പൂട്ടി ജാഥയിലേക്ക് പോകുന്നത്?
बाजार में चप्पलें बेच रहा माइकू उन दोनों की बातें सुन ठठाकर हंस पड़ता है. അപ്പം ഈ ബാസാറിൽ മാർക്കറ്റിൽ ചെരുപ്പ് വിൽക്കുന്ന മൈക്കു എന്ന് പറയുന്ന ആൾ വരികയാണ്. മൂന്നാമത്തെ കഥാപാത്രമാണ് ഈ മൈക്കു. അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടിട്ട് എന്താ ചെയ്യുന്നത്? ടഠാക്കർ ഹസ്പെടുത്താ ഹേ ജോർസെ. ടഠാക്കർ മീൻസ് ജോർസെ, ഉച്ചത്തിൽ എന്താ ചെയ്യുന്നത്? ചിരിക്കുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ചെരുപ്പ് വിൽക്കുന്ന ആ മൈക്കുവിൻ്റെ ചിരി കേട്ടപ്പോൾ ശംഭുനാഥ് ഭയ്യയ്ക്ക് എന്താ തോന്നിയത്? ശംഭുനാഥിന് ദേഷ്യം തോന്നി. ചിഡ്കർ तू अपनी छट्टियाँ और चप्पलें बेच मैकू टिटैया काहे रहा लगता है आज बिक्री अच्छी हो गई. മാർക്കറ്റിൽ ചെരുപ്പ് വിൽക്കുന്ന മൈക്കുവിൻ്റെ ആ ചിരി കേട്ടപ്പോൾ ശംഭുനാഥിന് ദേഷ്യം തോന്നുകയാണ്. അപ്പം ചിഡ്കർ മീൻസ് ദേഷ്യത്തോടെ പറയുകയാണ്. തൂ അപ്പനി ചട്ടിയാമ ഓർ ചപ്പലയും ബേച്ച് മൈക്കൂ, നീ നിൻ്റെ മെതിയടിയും ചെരുപ്പുമൊക്കെ വിൽക്കൂ. ചട്ടി മീൻസ് മെതിയടി. നീ നിൻ്റെ മെതിയടിയും ചെരുപ്പുമൊക്കെ വിൽക്കൂ. ടിട്ടയ്യ കാഹേ രഹ, നീ എന്തിനാ ചിരിക്കുന്നത്? ലക്താഹെ ആജ് ബിക്രി അച്ചി ഹോഗി, അപ്പോൾ ഇന്നത്തെ നിന്റെ കച്ചവടം നല്ല പോലെ നടന്ന പോലെ ഉണ്ടല്ലോ, അതാണോ നീ ചിരിക്കുന്നത്? മൈക്കു ബിക്രി ചോടോ ശംഭുഭയ്യ, ഹസ് റഹാ ഹും തുമാരി ബാത് പേ. ഓ വിൽപ്പന ആ കാര്യമൊക്കെ വിട്. ഹസ് റഹാ ഹും തുമാരി ബാത് പേ, നിങ്ങളുടെ സംസാരം കേട്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. നമ്മുടെ ശംഭുനാഥ് ഭയ്യ ചോദിക്കുകയാണ്, കിസ് ബാത് പേ, ഏത് കാര്യത്തെക്കുറിച്ച്? മൈക്കു അരെ ബഡേ ആദ്മി കാഹെ ജുലൂസ്മി ആനെ ലഗെ, അല്ല ഏതെങ്കിലും വലിയ മനുഷ്യർ എന്തിനാണ് ഈ ജാഥയിൽ വരുന്നത്? അംഗ്രേസി രാജ്മേ ഉനെ കോൻ കമി, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ അവർക്ക് എന്ത് കുറവാണുള്ളത്? ടാഡ് സെ ബംഗലോം और महलों में रहते हैं, वे लोग सुरक्षा से बंगलों और महलों में रहते हैं. ടാഡ് സെ മീൻസ് സുരക്ഷാ സെ, അവർ നല്ല സുരക്ഷിതരായി ബംഗ്ലാവുകളിലും കൊട്ടാരങ്ങളിലുമൊക്കെ താമസിക്കുന്നു. മോട്ടറോമേ ഘൂംതേ ഹേ, മോട്ടോർ വാഹനങ്ങളിൽ അവർ ചുറ്റിക്കറങ്ങുന്നു. മർത്തോ ഹം ലോഗ് ഹേ ജിൻകി റോട്ടിയോ കാ ടിക്കാന നെഹി, നമ്മളാണ് മരിക്കുന്നത്. എങ്ങനെയുള്ളവർ? ആഹാരത്തിന് പോലും വകയില്ലാത്തവർ. ശംഭുനാഥ് കടാക്ഷസെ മീൻസ് പരിഹാസസെ. तुम ये सब बातें क्या समझोगे मैकू? जिस काम में 4 बड़े आदमी अगुआ होते हैं, सरकार पर भी उसकी धाक बैठ जाती है. लौंडे लफंगे की गोल भला हाकिमों की निगाह में क्या जंचेगा? ശംഭുനാഥ് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാകാനാണ് മൈക്കു? ഏത് കാര്യത്തിനാണോ ജിസ് കാമേ 4 ബഡേ ആദ്മി അഗുവാ ഹോത്തേ ഹേ, ഏത് കാര്യത്തിനാണോ 4 ആളുകൾ മുൻനിരയിലെ നേതാക്കളുള്ളത്, സർക്കാർ പർ ബി ഉസ്കി ദാഖ് ബൈഠ് ജാത്തി ഹേ, അവർക്ക് എന്ത് ചെയ്യാനാവും? സർക്കാരിലും സ്വാധീനം ചെലുത്താനാവും. ദാഖ് ബൈഠ്ന മീൻസ് സ്വാധീനം ചെലുത്തുക. ലൗണ്ടേ ലഫംഗെ കി ഗോൾ ബലാ ഹാക്കിമോं की निगाह में क्या जंचेगा. ലൗണ്ടേ ലഫംഗെ മീൻസ് പോക്കിരി പിള്ളേർ. ഈ പോക്കിരി പിള്ളേരുടെ ലക്ഷ്യം ഹാക്കിമോं की നിഗാഹ് മേ ക്യാ ജഞ്ചേഗ, അതായത് ഈ പോക്കിരി പിള്ളേരുടെ ലക്ഷ്യം അധികാരികളുടെ ദൃഷ്ടിയിൽ എങ്ങനെ പെടാനാണ്? മൈക്കു ഹമാര ബഡാത്മി തോ വഹി ഹേ ജോ ലെങ്കോട്ടി ബാന്തേ നങ്കെ പാവ് ഘൂംതാ ഹേ, നമ്മുടെ ആ വലിയ മനുഷ്യൻ ആ ചെരുപ്പൊന്നും ഇടാതെ നടക്കുന്ന, അർദ്ധനഗ്നനായി നടക്കുന്ന ആളാണ്. ജോ ഹമാരി ദശ സുധാർണേ കെ ലിയേ, അദ്ദേഹം നമ്മുടെ അവസ്ഥ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പനി ജാൻ ഹതേലി പർ ലിയേ ഫിർത്താ ഹേ, നമ്മുടെ അവസ്ഥ മാറ്റം വരുത്താൻ വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ മഹാത്മജി. വോ ഹേ മഹാത്മജി. ഉസ്കെ ആകെ ഹമേ കിസി ബഡേ ആദ്മി കി പർവാഹ് നഹി, അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? കിസി ബഡേ ആദ്മി കാ പർവാഹ് നഹി, മറ്റൊരു വലിയ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. എത്ര വലിയ പണക്കാരൻ വന്നാലും ഞങ്ങളുടെ ആ വലിയ മനുഷ്യനെ വിട്ട് കളിയില്ല. നേപഥ്യമേ ജുലൂസ് കെ നാരെ പ്രഖർ ഹോനെ ലഗ്തേ ഹേ, അണിയറയിൽ ജാഥയുടെ മുദ്രാവാക്യം പ്രഖർ ഹോനെ ലഗ്താ ഹേ. പ്രഖർ ഹോന മീൻസ് ശക്തമാവുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ജാഥയുടെ മുദ്രാവാക്യം ശക്തമാവുന്നു. ദീനദയാൽ മൈക്കുവിനോട് പറയാണ്, നയാ ദാരോഗ ബീർബൽ സിംഗ് ബഡാ ജല്ലാദ് ഹേ മൈക്കു, നമ്മുടെ പുതിയ ഇൻസ്പെക്ടർ, ദാരോഗ മീൻസ് ഇൻസ്പെക്ടർ, പുതിയ ഇൻസ്പെക്ടർ ബീർബൽ സിംഗ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ബീർബൽ സിംഗ്. ബീർബൽ സിംഗ് ബഡാ ജല്ലാദ് ഹേ,
എങ്ങനെയുള്ള ആളാണ്? വളരെ ക്രൂവലായിട്ടുള്ള ആളാണ്. ജല്ലാദ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മീനിങ് എക്സിക്യൂഷണറാണ്. എന്താണ് എക്സിക്യൂഷണർ എന്ന് പറഞ്ഞാൽ? ആരാച്ചാർ. നമ്മൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ കൊല്ലുന്ന ആളില്ലേ, അവരെയാണ് ആരാച്ചാർ എന്ന് മലയാളത്തിൽ പറയുന്നത്. ജുലൂസ് കെ ചൗരാസ്തേ പർ പഹുഞ്ചത്തെ ഹി ഹണ്ടറിലേക്ക് പിൽ പടേക. അദ്ദേഹം ഒരു ക്രൂവലായിട്ടുള്ള മനുഷ്യനാണ് ഈ ബീർബൽ സിംഗ് എന്ന് പറയുന്നത്. ഈ ജാഥ ജംഗ്ഷനിലെത്തിയാൽ അയാൾ എന്ത് ചെയ്യും? എല്ലാവരെയും അടിച്ചു വീഴ്ത്തും. देखना ये स्वराजी कैसे दुम दबाकर भागा गए होंगे. उधर देख मैकू देख सिपाहियों ने जुलूसियों को रोक दिया है. അപ്പോൾ ഇനി പിന്നെ നമുക്ക് കാണാം എല്ലാവരും വാലും മടക്കിക്കൊണ്ട് ഓടുന്നത്. ഉധർ ദേഖ് മൈക്കു ദേഖ് സിപ്പാഹിയോ നെ ജുലൂസിയോ കോ റോക്ക് ദിയാ ഹേ. നീ ഒന്ന് അവിടേക്ക് നോക്കൂ മൈക്കു, ആ പട്ടാളക്കാർ എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ. പട്ടാളക്കാർ ജാഥയെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പട്ടാളക്കാർ ജാഥയെ തടഞ്ഞു നിർത്തുന്നതോട് കൂടിയിട്ട് ഒന്നാമത്തെ ദൃശ്യം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മ്യൂസിക്കാണ് കേൾക്കുന്നത്. സിപ്പാഹിയോं के साथ घोड़े पर सवार दारोगा ബീർബൽ സ്വരാജ്യോं पर गरजता है. അപ്പം അടുത്ത ദൃശ്യത്തിൽ എന്താ കാണുന്നത്? നമ്മുടെ പട്ടാളക്കാരുടെ കൂടെ നിർദ്ധയനായിട്ടുള്ള ആ ക്രൂവലായിട്ടുള്ള ബീർബൽ സിംഗ് കുതിരപ്പുറത്ത് കയറി വരുന്നതാണ്. അപ്പോൾ സ്വരാജികളോട് ഗർജിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. ബീർബൽ സ്വരാജ്യോं पर गरजता है. ബീർബൽ സിംഗ് റുക് ജാവോ തും ലോഗോं को ആഗെ ജാനെ കാ ഹുക്കും നഹീ ഹേ. എന്താ പറയുന്നത്? ബീർബൽ സിംഗ് എന്താണ് പറയുന്നത്? ആ നിൽക്ക്, നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഓർഡർ ഇല്ല. जुलूस में दबी ज़बान से गुसर फुसर ये नया दारोगा है. हम भाई इसी का नाम बीरबल सिंह है. सुना है बड़ा जल्लाद है. शांत भाइयों शांत. सुनो इब्राहिम अली दारोगा से क्या कह रहे हैं. ജാഥയിൽ ആളുകൾ അടക്കിയ സ്വരത്തിൽ കുശുകുശുക്കാൻ തുടങ്ങി. ദബി സബാൻ മീൻസ് അടക്കിയ സ്വരത്തിൽ, ഗുസർ ഫുസർ മീൻസ് കുശുകുശുക്കുക, പതുക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക. അതാണ് കുശുകുശുക്കൽ എന്ന് പറയുന്നത്. ജാഥയിൽ ആളുകൾ ഇങ്ങനെ അടക്കിയ സ്വരത്തിൽ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ്? ഇതാണ് നമ്മുടെ പുതിയ ഇൻസ്പെക്ടർ, അദ്ദേഹത്തിൻ്റെ പേരാണ് ബീർബൽ സിംഗ്. ഒരു രാക്ഷസനെ പോലെയാണ് അദ്ദേഹം. കേട്ടിട്ടില്ലേ? ഒരു ദയയില്ലാത്ത മനുഷ്യനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആളുകൾ അടക്കം പറച്ചിൽ തുടങ്ങി. ശാന്ത് ഭായിയും ശാന്ത്. സുനോ ഇബ്രാഹിം അലി ദാരോഗാസെ ക്യാ കർ രഹേ ഹേ. അപ്പോൾ നിങ്ങളൊന്ന് ശാന്തരാകൂ, നമ്മുടെ ഇബ്രാഹിം അലി ഇൻസ്പെക്ടറോട് എന്തോ പറയുന്നുണ്ടല്ലോ, അതൊന്ന് കേൾക്കൂ. അപ്പോഴാണ് നമ്മുടെ ഇബ്രാഹിം അലി വരുന്നത്. ഇബ്രാഹിം അലി ഊഞ്ചേ സ്വർമേ, ഉയർന്ന ശബ്ദത്തിൽ, ദാരോഗ സാബ് മേ ആപ്കോ ഇത്മിനാൻ ദിലാത്താ ഹൂം कि किसी किस्म का दंगा फसाद न होगा. അപ്പോൾ ഇബ്രാഹിം അലി എന്താണ് പോലീസ് ഓഫീസറോട് പറയുന്നത്, പോലീസ് ഇൻസ്പെക്ടറോട് പറയുന്നത്? മേ ആപ്കോ ഇത്മിനാൻ ദിലാത്താ ഹൂം, ഞാൻ നിങ്ങൾക്ക് വിശ്വാസം നൽകുന്നു, ഉറപ്പ് നൽകുന്നു. ഇത്മിനാൻ ദിലാന, വിശ്വാസം നൽകുക. കി കിസി കിസ്മ കാ ദംഗാ ഫസാദ് ന ഹോഗ, യാതൊരു വിധത്തിലുള്ള ദംഗാ ഫസാദ് മീൻസ് ഡിസ്റ്റർബൻസ്, ഒരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാക്കുകയില്ല. ഹം ദുക്കാനേം ലൂട്ട്നെ യാ മോട്ടറേം തോടനെ നെഹി നിക്കലേ ഹേ, ഞങ്ങൾ കടകൾ കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ തകർക്കാനോ ഒന്നും പോകുന്നില്ല. ഹമാര മക്സദ് ഇസേ കഹി മൂഞ്ചാ ഹേ, ഞങ്ങളുടെ മക്സദ് മീൻസ് ലക്ഷ്യ, ഹമാര ലക്ഷ്യ ഇസേ കഹി മൂഞ്ചാ ഹേ, അതിനേക്കാൾ വലുതാണ്. ബീർബൽ സിംഗ് ഇബ്രാഹിം സാബ് മുझे यह हुक्म है कि जुलूस यहाँ से आगे न जाने पाए. അപ്പോൾ എന്താണ് ബീർബൽ സിംഗ്, ഇൻസ്പെക്ടർ ബീർബൽ എന്താ പറയുന്നത്? ഇബ്രാഹിമിനോട് പറയുകയാണ്, ഇബ്രാഹിം സാബ് മുझे യഹ് ഹുക്കും ഹേ, അദ്ദേഹത്തിൻ്റെ ഓർഡർ എന്താണ്? ജുലൂസ് യഹാം സേ ആകെ ന ജാനെ പായേ, ഈ ജാഥ ഇവിടെ നിന്ന് മുന്നോട്ട് പോകരുത്. ഇബ്രാഹിം അലി ആപ് അപ്പനെ അഫ്സറോം സേ ജറാ പൂച്ഛനല്ലേ. അപ്പോൾ ഇബ്രാഹിം അലി ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മുതിർന്ന ഓഫീസേഴ്സിനോടൊന്നും ചോദിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ബീർബൽ സിംഗ് മേ ഇസ്കി കോയി ജറൂറത്ത് നെഹി സമജ്താ, അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇബ്രാഹിം അലി തോ ഹം ലോഗ് യഹീം ബൈഠത്തെ ഹേ, ജബ് ആപ് ലോഗ് ചലേ ജായെങ്കെ തോ ഹം നിക്കൽ ജായെങ്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. എന്താ പറയുന്നത്? ഹം ലോഗ് യഹീം ബൈഠത്തെ ഹേ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. ജബ് ആപ് ലോഗ് ചലേ ജായെങ്കെ, എപ്പോഴാണോ നിങ്ങൾ പോകുന്നത്, തോ ഹം നിക്കൽ ജായെങ്കെ, അപ്പം ഞങ്ങൾ പുറപ്പെടും. बीरबल सिंह यहाँ खड़े होने का भी हुक्म नहीं है, आप लोगों को वापस जाना पड़ेगा. അപ്പോൾ ബീർബൽ സിംഗ് പറയാണ്, എന്താണ്? യഹാം ഖഡേ ഹോനെ കാ ഭി ഹുക്കും നഹി ഹേ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള
ആജ്ഞയും ഇല്ല, നിൽക്കാനുള്ള ഓർഡറും ഇല്ല. ആപ് ലോഗോങ്കോ വാപ്പസ് ജാനാ പടേഗ. നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? തിരിച്ച് പോകണം. ഇബ്രാഹിം അലി ഗംഭീരത സെ വാപ്പസ് തോ ഹം ന ജായേംഗെ. आपको या किसी को हमें रोकने का कोई हक नहीं है. आप अपने सवारों, संगीनों और बंदूकों के जोर से हमें रोकना चाहते हैं, रोक लीजिए, मगर आप हमें लौटा नहीं सकते. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ, ബീർബൽ സിംഗ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പം ഇബ്രാഹിം അലി അത് കേട്ടിട്ട് വളരെ ഗാംഭീര്യത്തോടെ പറയാണ്, തിരിച്ചൊന്നും ഞങ്ങൾ പോവില്ല. വാപ്പസ് തോ ഹം ന ജായേംഗെ. ആപ്കോ യാ കിസിക്കോ ഹമേ റോക്കനെ കാ കോയി ഹക്ക് നഹി ഹേ. നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഞങ്ങളെ തടയാനുള്ള യാതൊരു അവകാശവുമില്ല, ഒരു അധികാരവും ഇല്ല. ആപ് അപ്പനെ സവാറവും സംഗീനവും അവർ ബന്ധുക്കവും. സവാറോ മീൻസ് സൈന്യം അല്ലേ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് കുതിരകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് സംഗീനോ മീൻസ് ബയോണറ്റ്. ബയോണറ്റ് എന്ന് പറയുന്നത് തോക്കിനറ്റത്തുള്ള കൂർത്ത ഭാഗം. ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. ആ ബന്ധൂക്കവും തോക്കുണ്ട്, അതുപോലുള്ള ആയുധങ്ങളെല്ലാം ഉണ്ട്. സോർസെ ഹമേ റോക്കനാ ചാത്തേ ഹി റോക്ക് ലീജിയെ. അപ്പം ശക്തമായിട്ട് നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ? തടയൂ. മഗർ ആപ്പ് ഹമേ ലൗട്ടാ നഹി സക്തേ. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഞങ്ങളെ തിരിച്ചയക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. ബീർബൽ സിംഗ് അപ്പം വളരെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. തൈഷ്മേ മീൻസ് ദേഷ്യത്തിൽ. ഹമാരാ ഹുക്കും ക്യാ ആപ്കോ സുനായി നെയ് പടാ. അപ്പം ഞങ്ങളുടെ ആജ്ഞ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇബ്രാഹിം അലി ന ജാനെ വോ ദിൻ കബ് ആയേഗാ जब हमारे भाईबंद ऐसे हुक्मों की तामील करने से साफ इनकार कर देंगे जिनकी मशामहस कौम को गुलामी की जंजीरों में जकड़े रखना है. അപ്പോൾ ഇബ്രാഹിം അലി ആഗ്രഹിക്കുകയാണ്, ന ജാനെ വോ ദിൻ കബായിക. ആ ഒരു ദിവസം എപ്പോഴാണ് വരിക എന്ന് അറിയില്ല. ജബ് ഹമാരെ ബായിബന്ദ്, എപ്പോഴാണോ നമ്മുടെ സഹോദരന്മാർ, അതായത് ബ്രിട്ടീഷുകാരുടെ ആജ്ഞയെ അനുസരിക്കുന്ന ആളുകളുണ്ടല്ലോ, ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ആജ്ഞകളെ അനുസരിക്കുന്ന അങ്ങനെയുള്ള ബായിബന്ദ് ഏസേ ഹുക്കുമോം കി താമിൽ കർണേസേ, ഇങ്ങനെയുള്ള ആജ്ഞകളെ, ഹുക്കും മീൻസ് ആജ്ഞ, ആജ്ഞകളെ താമിൽ കർണ മീൻസ് അനുസരിക്കുക, അനുസരിക്കുന്നതിൽ നിന്നും എന്താണ് സാഫ് ഇൻകാർ കർദേങ്കെ, എന്താണ് വിസമ്മതം കാണിക്കുന്നത് എപ്പോഴാണോ ആ ഒരു ദിവസം എന്നാണ് വരിക എന്ന് അറിയില്ല. അതുപോലെ തന്നെ ജിൻകി മഷാ മഹസ് കൗമുക്കോ ഗുലാമി കി ജഞ്ചീരോ മേ ജക്കടേ രത്നാഹേ. അതുപോലെ അവരുടെ ആഗ്രഹം നമ്മുടെ രാഷ്ട്രത്തെ എന്ത് ചെയ്യാനാണ്? ഗുലാമി കി ജഞ്ചീർ മീൻസ് അടിമച്ചങ്ങല. ഗുലാമി കി ജഞ്ചീർ മീൻസ് അടിമച്ചങ്ങല. അടിമച്ചങ്ങല കൊണ്ട് വരിഞ്ഞ് കെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെയെല്ലാം തിരസ്കരിക്കുന്ന ആ ഒരു ദിവസം അതെപ്പോഴാണ് വരിക എന്ന് ഇബ്രാഹിം അലി പ്രത്യാശിക്കുകയാണ്. ഇവിടെ മഷ എന്ന വാക്കിൻ്റെ അർത്ഥം മഷ മീൻസ് ഇച്ഛ, ആഗ്രഹം. അതുപോലെ മഹസ് മീൻസ് മാത്രം, കൗമ് രാഷ്ട്രം. ഗുലാമി കി ജഞ്ചീർ നമ്മൾ പറഞ്ഞു, എന്താണ്? അടിമച്ചങ്ങല. ജക്കടേ രക്കന എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടുക, വരിഞ്ഞ് കെട്ടുക എന്നുള്ള അർത്ഥമാണ്. ബീർബൽ സിംഗ് विनम्र होकर मीन्स दया से DSP साहब आ रहे हैं इब्राहिम साहब, उससे पहले आप लोग वापस लौट जाए. അപ്പം എന്താ പറയുന്നത്? ബീർബൽ സിംഗ് വളരെ ദയോടുകൂടി ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. എന്താണ്? DSP സാഹിബ് വരുന്നുണ്ട്, ഇബ്രാഹിം സാഹിബ്, നമ്മുടെ DSP സാഹിബ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പ് വേഗം ഇവിടെ നിന്ന് തിരിച്ചു പോയിക്കോളൂ. സ്വരാജി സമവേദ് സ്വർമേ. അപ്പം ഈ സ്വരാജികളെല്ലാവരും എന്താ ചെയ്യുന്നത്? സമവേദ് സ്വർമേ മീൻസ് ഏക് ഹി സ്വർമേ ഹം നഹി ജായേംഗെ. ഞങ്ങൾ പോവുകയില്ല. ഹം നഹി ജായേംഗെ, ഞങ്ങൾ എന്തായാലും പോവുകയില്ല. ബീർബൽ സിംഗ് ഫിർ സേ സോച്ചിലേ, ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബഹുത്ത് നുക്സാൻ ഉടാനാ പടേക. അപ്പം നിങ്ങൾ അങ്ങനെ പോവാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വരാജി സമവേദ് സ്വർമേ. അപ്പോഴും വീണ്ടും ബീർബൽ സിംഗ് ഇതൊക്കെ പറഞ്ഞിട്ടും ഈ സ്വരാജി എല്ലാവരും എന്താ ചെയ്യുന്നത്? സമവേദ് സ്വർമേ ഏക് ഹി സ്വർമേ ഹമേ കൊയ് മലാൽ നഹി, ഞങ്ങൾക്ക് യാതൊരു ദുഃഖവുമില്ല. ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത്, ജയ് ഭാരത്. ബീർബൽ സിംഗ് വിനയത്തോടെ പറഞ്ഞതൊന്നും കേൾക്കാഞ്ഞപ്പം ബീർബൽ സിംഗ് എന്ത് ചെയ്യാണ്? ആദേശാത്മക സ്വർമേ ഓർഡർ ചെയ്യാണ്. എന്താണ് ഓർഡർ ചെയ്തത്? സിപ്പാഹിയും ലാട്ടി ചാർജ് കരോ,
ഭടന്മാരോട് പറയുകയാണ്, എന്താണ്, സൈന്യത്തോട് പറയുകയാണ്, ലാത്തി ചാർജ് കരോ, ലാത്തി ചാർജ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ലാത്തി ചാർജ് കി ധ്വനി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തൊക്കെയാണ് കേൾക്കുന്നത്? ലാത്തി ചാർജിൻ്റെ ശബ്ദം. ഘോഡോം കി ടാപ്പോം ഓർ ഹിൻഹിനാനെ കി ആവാസോം കെ ബീച്ച്. കുതിരക്കുളമ്പടിയുടെ ശബ്ദവും അതുപോലെ തന്നെ കുതിരയുടെ ഒച്ച. ഹിൻഹിനാന മീൻസ് കുതിരയുടെ സൗണ്ട്. ആ കുതിരയുടെ സൗണ്ടിനും ഒപ്പം എന്തും കൂടെ കേൾക്കാമായിരുന്നു? ബീച്ച് സ്വരാജിയോം കെ ഘായൽ ഹോനെ കെ ആർത്ത് സ്വർ. സ്വരാജികളുടെ, അതായത് ജാഥയിൽ പങ്കെടുത്തിട്ടുള്ള ഈ ഭാരതീയരായിട്ടുള്ള ആളുകളുടെ പരിക്കു പറ്റിയിട്ടുള്ള ആർത്തസ്വരവുമായിരുന്നു കേൾക്കുന്നത്. ബീർബൽ സിംഗ് വീണ്ടും പറയുകയാണ്, ചേതാവനി ഭരേ സ്വർമേ എന്ന് പറഞ്ഞാൽ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. എന്താണ്? അഭിബി വക്ത് ഹേ, ഇനിയും സമയമുണ്ട്. ഇബ്രാഹിം അലി സാബ് ആപ്പ് മേരെ സാമനെ സേ ഹട്ട് ജായേ. അപ്പോൾ ഇബ്രാഹിം അലി സാബ്, ഇനിയും സമയമുണ്ട്, നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് വേഗം പൊയ്ക്കോളൂ. ഇബ്രാഹിം അലി, ചുനൗത്തി ഭരേ സ്വർമേ ആപ്പ് ബേഠൻ ചലായേ ദാരോഗാജി. അപ്പം ഇബ്രാഹിം അലി എന്താണ് വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, ചുനൗത്തി ബറേ. ചുനൗത്തി മീൻസ് ചാലഞ്ച് ചെയ്തുകൊണ്ട് പറയാണ്, ആപ്പ് ബേട്ടൻ ചലായേ. ബേട്ടൻ ചലാന മീൻസ് ലാത്തി വീശുക, നിങ്ങൾ ലാത്തി വീശിക്കോളൂ ദാരോഗാജി. सिर पर बैटन से वार होते ही ഇബ്രാഹിം അലിക്ക് കാരുണിക് ആഹ് നിക്കൽത്തി ഹി. തലയ്ക്ക് ലാത്തി ചാർജ് ഏറ്റിട്ട് ഇബ്രാഹിം അലിയുടെ കരുണ നിറഞ്ഞ നിലവിളിയായിരുന്നു കേൾക്കുന്നത്. അവർ അകലേഹി പൽ മീൻസ് നിമിഷം, അടുത്ത നിമിഷം തന്നെ. ഉൻകാ സിർ, അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് എന്താണ്, ഗോഡയ്ക്ക് ടാപ്പോം കെ നീച്ചെ ആക്കർ ഫട്ട് ജാത്താ ഹേ. അതായത് കുതിരക്കുളമ്പിൻ്റെ അടിയിൽ പെട്ടുപോയിട്ട് തല പൊട്ടുകയും ചെയ്തു. അതായത് കുതിരയുടെ ചവിട്ടേറ്റ് തല പൊട്ടി. സ്വാധീനതാ സേനാനി അധീർ ഹോ ജാത്തേ ഹി. അപ്പോഴേക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്തായി? ആകെ അസ്വസ്ഥരായി. അപ്പോൾ സ്വരാജികളാകെ അസ്വസ്ഥരായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. സ്വരാജിയേക്ക് ഘബരായേ സ്വർമേ, വളരെ പരിഭ്രമത്തോടുകൂടി സ്വരാജി പറയുകയാണ്, അരേ ദേഖോ ദേഖോ, നോക്കൂ, ദാരോഗാനെ അപ്പന ഘോഡ. ദാരോഗ എന്താണ്, തൻ്റെ ഘോഡയെ, തൻ്റെ കുതിരയെ ഇബ്രാഹിം സാഹിബിൻ്റെ തലയിലേക്ക് ചാടിച്ചതാണ്. ഉൻകാ സിർ ഫട്ട് ഗയ, ഇബ്രാഹിം സാഹിബിൻ്റെ തല പൊട്ടിയിരിക്കുന്നു. സ്വരാജി ദോ सिर से खून निकल रहा है, जल्लाद दारोगा अंग्रेजों का पिट्टू है तू. അപ്പം രണ്ടാമത്തെ സ്വരാജ് പറയുകയാണ്, സിർസെ ഖൂൻ നിക്കൽ റഹാ ഹേ, തലയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട്, വളരെ ക്രൂരനായിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അംഗ്രേസോം കാ പിട്ടു ഹേതു, നീ ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാല് നക്കുന്നവനാണ്. അപ്പോൾ സ്വരാജി തീൻ പറയാണ്, ഹം കിരായക്കെ ടട്ടു നെഹി ഹേ, ഞങ്ങൾ എന്തല്ല, കിരായക്കെ ടട്ടു നെഹി ഹേ, വാടകയ്ക്കെടുത്തിട്ടുള്ള കുതിരകളല്ല. ജോ തേരി നിർദ്ദയതാസെ ഡർക്കർ പലട്ട്ലേ, നിങ്ങളുടെ ഈ നിർദ്ദയത കാരണം അവിശ്വാസത കാണിക്കാൻ വാടകയ്ക്കെടുത്തിട്ടുള്ള കുതിരകളല്ല. സ്വാധീനതാക്കി സച്ചേ സേവക് ഹേ, സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ സേവകരാണ്. അപ്പനി ജാൻ ദേ ദേങ്കെ മഗർ ഭാരതമാക്കെ ഹാത്തോ മേ ബേഡിയ നെഹി ബർദാശ്ത് കരേങ്കെ, ഞങ്ങളുടെ ജീവൻ നൽകിയാലും എന്ത് ചെയ്യില്ല, ഭാരത് മാതാവിൻ്റെ കൈകളിൽ എന്താണ്, ചങ്ങല വീഴാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ബേഡിയ മീൻസ് കൈവിലങ്ങ്, ബർദാശ്ത് സഹിക്കുക, അതായത് ഭാരതമാതാവിൻ്റെ കൈകളിൽ വിലങ്ങ് വീഴുന്നത് ഞങ്ങൾ സഹിക്കുകയില്ല. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാവ് ജയിക്കട്ടെ. സഭി സ്വരാജി ദുഹരാത്തേ ഹേ, അപ്പോഴെല്ലാ സ്വരാജികളും എന്ത് ചെയ്യാണ്, അത് റിപ്പീറ്റ് ചെയ്യാണ്, ആവർത്തിക്കുകയാണ്. ഭാരത് മാതാ കി ജയ്. സാത്ത് ഹി ചാരോം ഓർ ചീക്ക് പുക്കാർ കെ ആർത്തസ്വർ ഖുഞ്ചത്തെ ഹേ, കൂടാതെ അതോടൊപ്പം എന്താണ് സംഭവിക്കുന്നത്, ചീക്ക് പുക്കാർ എന്ന് പറഞ്ഞാൽ നിലവിളിയുടെ ആർത്തസ്വരവും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. ആസാദി കെ കിസി ഗീത് കീ ധുൻ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഗീതം. അതോടെ ആ ദൃശ്യം അവസാനിക്കുകയാണ്. അപ്പോൾ നാടകത്തിൻ്റെ അടുത്ത രംഗത്തിലേക്ക് പോവുകയാണ്. ബാസാർ മേ ദടാദട് ദുക്കാനോ കെ ഷട്ടർ ഗിർനെ ലഗ്തേ ഹേ. അപ്പോൾ ബാസാറിൽ, മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് ഓരോ കടകളുടെയും ഷട്ടർ താഴ്ത്തുകയാണ്. തനാവ് ഭരാ ടിപ്പണിയാം, പിന്നെ ടെൻഷൻ നിറഞ്ഞ ഓരോ അറിയിപ്പുകളാണ് പിന്നെ കേൾക്കുന്നത്. ഒന്നാമത്തെ അറിയിപ്പ് എന്തായിരുന്നു, സുൻതേഹോ ഇബ്രാഹിം അലി ഘോഡേസെ കുച്ചൽ ഖേ, എന്താണ്, ഇബ്രാഹിം അലി ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. ഘോഡേസെ കുച്ചൽ കേ ഹേ, കുതിരകളാൽ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു.
രണ്ടാമതായി കൈ സ്വരാജി ജഗ്മി ഹോഗയെ, ഒരുപാട് സ്വരാജികൾക്ക് മുറിവേറ്റിരിക്കുന്നു. ന വേ പീച്ചെ ഹട്ടെ ഹേ, അവർ പിന്നോട്ട് മാറുന്നില്ല. ന പോലീസുനെ ആകെ ജാനെ ദേത്തി ഹേ, എന്നാൽ പോലീസാണെങ്കിൽ അവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നുമില്ല. മൂന്നാമത്തെ അറിയിപ്പ് എന്തായിരുന്നു? ഷഹർ മേ തനാവ് ഫൈൽ റഹാ ഹേ, ഈ ഷഹറിൽ എന്താണ് ടെൻഷൻ വ്യാപിച്ചിരിക്കുന്നു, സംഘർഷഭരിതമായിരിക്കുന്നു, അവസ്ഥ സംഘർഷഭരിതമായിരിക്കുന്നു. ഈ അറിയിപ്പുകളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മൈക്കു പറയാണ്, അബ് തോ ഭായി റുക്കാ നഹി ജാത്ത, മേ ബി ജുലൂസ് മേ ഷാമിൽ ഹോവുക. അപ്പോൾ ഇനി ഞാൻ നിൽക്കുന്നില്ല, ഇനി ഞാനും എന്ത് ചെയ്യാൻ പോവുകയാണ്? ജാഥയിൽ ചേരാൻ പോവുകയാണ്. ദീനദയാൽ ദുക്കാൻ ബന്ദ് കർ മേ ബി തുമാരെ സാത്ത് ചൽത്താ ഹൂ മൈക്കു. അപ്പം ദീനദയാലും പറഞ്ഞു, ഞാനും കടയടച്ച് നിന്നോടൊപ്പം വരികയാണ് മൈക്കു. ശംഭു തും ക്യാ സോച്ച് രഹേ ഹോ, ശംഭു നീ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ശംഭുനാഥ് വിരോധമേ പൂരാ ബാസാർ ബന്ദ് ഹോ രഹാ, അപ്പം മുഴുവൻ ബാസാറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇപ്പം അവരോടുള്ള എതിർപ്പിൽ എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ കേസെ അപ്പനി തൂക്കാൻ കുലി രഖ് സക്താഹും, ഞാൻ മാത്രം എന്തിനാണ് എൻ്റെ കടയും തുറന്നു വെച്ചിരിക്കുന്നത്? ഏക് ദിൻ തോ മർനാ ഹി ഹേ, ഒരു ദിവസം എന്തായാലും മരിക്കും. ജോ കുച്ച് ഹോനാ ഹേ ഹോ, അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. ആഖിർ വേ ലോഗ് സഭി കെ ലിയെ തോ ജാൻ ദേ രഹേ ഹേ, അല്ലെങ്കിൽ അവസാനം അവർ എന്താണ് ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടിയാണ് അവരുടെ ജീവൻ നൽകുന്നത്. ശംഭുനാഥ് പറയാണ്, ആ ജാഥയിൽ ചേർന്നിരിക്കുന്ന ആളുകളെല്ലാം എന്താണ് സഭി കെ ലിയെ തോ ജാൻ ദേ രഹേ ഹേ, എല്ലാവർക്കും വേണ്ടിയാണ് അവരുടെ ജീവൻ പോലും നൽകാൻ തയ്യാറായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശംഭുനാഥും ദീനദയാലും മൈക്കും എല്ലാവരും എന്ത് ചെയ്യാണ്? ഈ ജാഥയിലേക്ക് പോവുകയാണ്. പിന്നീട് നേപഥ്യസെ സൈക്കടവും ലോകവും കി ഉത്തേജിത ആവാസ് ആത്തി ഹേ, അണിയറയിൽ നൂറുകണക്കിന് ആളുകളുടെ ഉത്തേജിത ആവാസ് ആത്തി ഹേ, എന്താണ് ആവേശഭരിതരായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മാരോ മാരോ സിപ്പാഹിയോം കോ മാരോ, എന്താണ് പട്ടാളക്കാരെ കൊല്ലു. യേ അപ്നേ ഹി ഭായി ബന്ധു ഹേ, അവർ നമ്മുടെ തന്നെ എന്താണ് സഹോദരങ്ങളാണ്. പക്ഷേ എന്താണ് മഗർ, എന്നാലും അംഗ്രേസോക്കെ പിട്ടു ബൻഗേ ഹേ, അവർ ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എന്താണ് കാല് നക്കുന്നവരാണ്. പിട്ടു മീൻസ് കാല് നക്കുന്നവർ. സംഗീത് ആസാദിക്ക് ധുൻ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ധ്വനിയോടുകൂടിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് പിന്നീട് കേൾക്കുന്നത്. അതോടുകൂടി ആ ദൃശ്യം അവസാനിക്കുകയാണ്. പിന്നെ അടുത്ത രംഗത്തിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ ദൃശ്യം ആരംഭിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നത് ഉമ്മഡ്ത്തി ചലി ആ രഹി ഉത്തേജിത് ബീഡ് കാ സ്വർ നസ്തീക് ആ രഹാ ഹേ. ഉമ്മഡ്ത്തി ചലി മീൻസ് എന്താണ്? ഓവർഫ്ലോ എന്നുള്ള മീനിങ് ആണ് ഉമ്മഡ്ത്തി എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ ഇളകി മറിയുന്ന ജനക്കൂട്ടത്തിൻ്റെ സ്വരം ഇങ്ങനെ അടുത്തു വരുന്നതായിട്ടാണ് കേൾക്കുന്നത്. തഭിയേക്ക് മോട്ടോർ കാർ കെ സ്റ്റാർട്ട് ഹോനേക്ക് ധ്വനി, അപ്പോൾ ഒരു മോട്ടോർ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ശബ്ദവും. ബീർബൽ സിംഗ് ഗബ്ഡാക്കർ അരേ DSP സാബ് തോ ചൽ ദിയേ, അപ്പം ബീർബൽ സിംഗ് വളരെ പരിഭ്രമത്തോടെ പറയാണ്, അപ്പോൾ നമ്മുടെ DSP സാബും പോയോ? അബ് മേ ക്യാ കരും, ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? അഹിംസാക്കെ വ്രതധാരിയും പർ ഡണ്ടേ ബർസാന ഓർ ബാത്ത് ഹേ. ഡണ്ടേ ബർസാന മീൻസ് വടികൊണ്ടടിക്കുക. ഈ അഹിംസാധാരികളെ വടികൊണ്ടടിക്കുക എന്ന് പറഞ്ഞാൽ ഹിംസക് ഭീഡ് കാ സാമ്ന കർണ ഓർ, ഈ ഹിംസക് ഭീഡിനെ, അതായത് ഹിംസകായിട്ടുള്ള ജനക്കൂട്ടത്തെ നേരിടുക എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീർബൽ സിംഗ് എന്താണ് ചെയ്യുന്നത്? ആദേശാത്മക സ്വർമേ സിപ്പാഹിയോം ആഹിസ്താസെ പീച്ചെ ഹഡ്ലോ, അപ്പോൾ ഭടന്മാരെ നിങ്ങൾ പതുക്കെ എന്ത് ചെയ്തോളൂ? പിന്തിരിഞ്ഞോളൂ. ഗോഡോങ്കി ടാപ്പോങ്കെ മുഡ്നേക്കാ സ്വർ, അപ്പോൾ അണിയറയിൽ നിന്ന് പിന്നീട് എന്താണ് കേൾക്കുന്നത്? കുതിരയുടെ കുളമ്പടിയുടെ തിരിച്ചു പോകുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. മലി കരാഹത്തെ ഹുയേ, കരാഹന മീൻസ് ഇങ്ങനെ വേദന കൊണ്ട് ഞരങ്ങി കരയില്ലേ, അതിനാണ് കരാഹന എന്ന് പറയുന്നത്. അപ്പം കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്താണ്? ക്യോം കൈലാഷ് യേ ആവാസേം കേസി ഹേ ക്യാ ലോക് ഷഹർ സെ ആ രഹേ ഹേ. അപ്പം എന്താണ് കൈലാഷ്, എന്താണ് ഇത്, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? ആളുകൾ പട്ടണത്തിൽ നിന്ന് വരുന്നതാണോ എന്ന് ചോദിക്കുകയാണ് ഇബ്രാഹിം അലി. അപ്പം കൈലാഷ് ചിന്തിത് ഹോക്കർ, കൈലാഷ് ചിന്തിച്ചുകൊണ്ട് പറയാണ് ജി ഹാം ഹസാരോ മാത്മി ഹേ, അതെ അതെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ഇബ്രാഹിം അലി പറയാണ് തോ അബ് ഖൈറിയത്ത് നെഹി, ഖൈറിയത്ത് മീൻസ് നല്ലത്, നല്ലത് വരില്ല, ഇനി നമുക്ക് നല്ലത് വരില്ല. ജണ്ട ലൗട്ടാതോ, ആ കൊടി വേഗം തിരിച്ചെടുക്കുക. ഹം ഫൗറൻ ലൗട്ട് ചലനാ ചാഹിയെ, നമ്മൾ വേഗം തിരിച്ചു പോകേണ്ടതുണ്ട്. നെഹിൻ തോ തൂഫാൻ മജ്ജായേഗ, അല്ലെങ്കിൽ ഇവിടെ കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാകും. ഹമേ അപ്പനെ ഭായിയോം സെ ലഡായി നെഹി കർണി ഹേ, നമ്മൾ നമ്മുടെ സഹോദരന്മാരോട് പോരാടേണ്ടതില്ല. അതായത് ഈ പട്ടാളക്കാരൊക്കെ തന്നെ ആരാണ്? നമ്മുടെ സഹോദരന്മാരാണ്. അപ്പോൾ അഹിംസാവാദികളായ അവർ ചിന്തിക്കുന്നത് എന്താണ്? അവരോട് നമ്മളിപ്പോൾ പോരാടേണ്ടതില്ല. കഹോ കഹോ സബ്സെ വാപ്പസ് ലൗട്ട് ചലേ, എല്ലാവരോടും പറയൂ
എന്താണ് എല്ലാവരും തിരിച്ചു വരാനായിട്ട് ആവശ്യപ്പെടൂ. കൈലാഷ് യേ ആപ് ക്യാ കർ രഹേ ഉഠ്നെ കി കോശിഷ് ക്യോം കർ രഹേ. അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്? ജൈസ ആപ് കഹേങ്കെ വൈസാ ഹി ഹോഗ. അപ്പം നിങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കൂ. ഇതാരോടാണ് പറയുന്നത്? നമ്മുടെ ഇബ്രാഹിം അലിയോട്. ഇബ്രാഹിം അലി മുറിവേറ്റ് കിടക്കുകയാണല്ലേ, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ കൈലാഷ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ പറയുന്ന പോലെ സംഭവിക്കൂ. ലോകോങ്കി ഓർ മുട്കർ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആളുകളുടെ നേരേക്ക്, ജനങ്ങളുടെ നേരേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഭായിയോ ഇബ്രാഹിം ചാച്ചാക്കേലിയെ ജൽദി സേ സ്ട്രെച്ചർ തയ്യാർ കരോ. സഹോദരന്മാരെ, നമ്മുടെ ഇബ്രാഹിം ചാച്ചയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു സ്ട്രക്ചർ തയ്യാറാക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ജെണ്ടിയോം കെ ബാസോം. ജെണ്ടിയോം കെ ബാസ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടികൾ കെട്ടിയിട്ടുള്ള മുളകളുണ്ടല്ലോ, ആ മുളകൾ എടുത്തിട്ട് അതിൻ്റെ മേലെ എന്താണ് സാഫോം ആ റുമാലോം സേ ബന്ധോ, അത് എന്ത് ചെയ്യൂ, എന്താണ് തൊപ്പിയും നിങ്ങളുടെ കർച്ചീഫും എല്ലാം ഉപയോഗിച്ചിട്ട് അതൊക്കെ കെട്ടിയിട്ട് എന്താക്കി മാറ്റാനാണ് പറയുന്നത്? ഒരു സ്ട്രക്ചർ തയ്യാറാക്കൂ, പെട്ടെന്ന് തന്നെ ചെയ്യൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ഇബ്രാഹിം അലി കാമ്പത്തി ആവാസ് മേ. എന്താണ് ഇബ്രാഹിം അലി വളരെ വിറച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം മുറിവേറ്റ് വേദന അനുഭവിക്കുകയാണ്, അതുകൊണ്ട് വളരെ വിറച്ചുകൊണ്ടുള്ള ശബ്ദത്തിൽ പറയുകയാണ്, എന്താണ് ലോകോങ്കി മനോവൃത്തിമേ ആയ വോ പരിവർത്തൻ ഹി ഹമാരി അസലി വിജയ് ഹെ. ആളുകളുടെ മനോഭാവത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം. ഹമാര ഉദ്ദേശ്യ കേവൽ ജനതാക്കി സഹാനുഭൂതി പ്രാപ്ത് കർണ ഹെ. നമ്മുടെ ഉദ്ദേശം വെറും എന്തല്ല, ജനങ്ങളുടെ സഹാനുഭൂതി നേടിയെടുക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ എന്താണ് ഉൻകി മനോവൃത്തിക്കോ ബദൽ തേനാ ഹെ, അവരുടെ മനോഭാവത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ജിസ് ദിൻ ഹം ഇസ് ലക്ഷ്യ പർ പഹുഞ്ച് ജായേങ്കെ ഉസി ദിൻ സ്വരാജ്യ സൂര്യ കാ ഉദയ് ഹോഗ. അപ്പോൾ ഏതൊരു ദിവസമാണോ നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്, ആ ദിവസം സ്വരാജ്യ സൂര്യ കാ ഉദയ് ഹോഗ, സ്വരാജ്യ സൂര്യൻ ഉദിക്കും. ജയ് ഭാരത്. അപ്പോൾ ജയ് ഭാരത് എന്നുള്ള ആ ധ്വനി ആവർത്തിക്കുകയാണ്, ആ ഒരു മുദ്രാവാക്യം ആവർത്തിക്കുകയാണ്. സബി ജോഷിയിലെ സ്വർമേ ജയ് ഭാരത് ദൊഹരാത്തെ ഹേ. എല്ലാവരും വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട്, ജോഷിയിലെ എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ജയ് ഭാരത് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ സംഗീത് ആസാദിക്ക് ധുൻ, എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ധ്വനി, ആ പശ്ചാത്തല സംഗീതം നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്യരൂപാന്തർ, ജുലൂസ് നാട്യരൂപാന്തർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ചിത്ര മുദ്ഗൾജി വളരെ മനോഹരമായ രീതിയിലാണ് ജുലൂസ് എന്ന ചെറുകഥയ്ക്ക്, പ്രേംചന്ദിൻ്റെ ചെറുകഥയ്ക്ക് നാട്യരൂപാന്തരം നൽകിയിരിക്കുന്നത്. ജുലൂസ് എന്ന ഈ നാടകം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെങ്കിലും അതിനൊരു നാടക രൂപം നൽകിയത് കാരണം, അല്ലെങ്കിൽ ഒരു കഹാനിയുടെ രൂപത്തിലായാലും അത് നമുക്ക് എന്താണ് ശരിയായ രീതിയിൽ അത് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അപ്പം ഇങ്ങനെയുള്ള കഥകളിലൂടെയും കവിതകളിലൂടെയും എല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇതിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ ഒരുപാട് കഷ്ടത അനുഭവിച്ചുകൊണ്ട് നമുക്ക് നേടിത്തന്നതാണെന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.